തിരൂരങ്ങാടി ആർടിഒക്ക് കീഴിലുള്ള മുഴുവൻ വാഹനങ്ങൾക്കും 1 വർഷത്തെ ഇൻഷുറൻസ് സൗജന്യമായി നൽകണം. എൻ്റെ വാദമാണ്. ഈ വാദത്തെ എങ്ങനെ വാദിക്കേണ്ടത്? കൂരിയാട് അപകടം നടന്നതിന് ശേഷം ഇതാണ് തിരൂരങ്ങാടി. ഒരു ഉദാഹരണമാണ് തിരൂരങ്ങാടി ടൗണിൻ്റെ അവസ്ഥ. ചെമ്മാട് ടൗണിൻ്റെ അവസ്ഥ ഏകദേശം ഇതുപോലെ തന്നെ. എന്ന് വേണ്ട ഈ പ്രദേശങ്ങളിൽ തിരൂരങ്ങാടി ആർടിഒക്ക് ഏകദേശം കീഴിലുള്ള വേങ്ങര പഞ്ചായത്ത്, തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി, മൂന്നിയൂര്, യാർനഗർ ഇവിടെയൊക്കെ വാഹന ഗതാഗതം കുതിക്കും. ആകെ റോഡുകൾ പൊളിഞ്ഞ് നാശമായി. ചെമ്മാട് ടൗണ്, തിരൂരങ്ങാടി ടൗണിലെ വ്യാപാരങ്ങൾ, പാവപ്പെട്ട കച്ചവടക്കാർക്ക് വളരെ പ്രയാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് കച്ചവടം. കാരണം എല്ലാ നാഷണൽ പെർമിറ്റ് ലോറികളും KSRTC തൃശ്ശൂർ ലോങ് ബസ്സുകളൊക്കെ തിരൂരങ്ങാടി ചെമ്മാട് ഭാഗത്തോട് പോയിട്ട് ഇവിടെയുള്ള ആളുകൾക്ക് വാഹന പാർക്കിങ്ങും പ്രശ്നവും. അല്ലാതെ തന്നെ പൊതുവെ വാഹന പാർക്കിംഗ് കുറഞ്ഞ സ്ഥലമാണ്. കച്ചവടം നഷ്ടപ്പെട്ടു. പാവപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ഓട്ടം തീരില്ല. പലരും പറഞ്ഞ ഓട്ടം വളരെ മോശമാണ്. കാരണം ഇവിടെ കൂടി താങ്ങാനാവുന്നതിലപ്പുറമുള്ള വാഹനങ്ങൾ വന്നപ്പോൾ ജനങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കണ്ടുപിടിച്ച് വ്യാപാരത്തിൻ്റെ രീതി തന്നെ മാറി. പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണ് ചെമ്മാട് ടൗണിലൊക്കെ വളരെ മോശമായിരുന്നു പെരുന്നാൾ സീസണിൽ. അതിന് കാരണമാണ് എല്ലാ വാഹനങ്ങളും ഇതിലൂടെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ബിസിനസ് നഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനത്തെ ഒരു അപകടം നടന്ന് അപകടം ആരും കരുതി വെച്ചുണ്ടാക്കിയെല്ലാം നമുക്ക് ബാധിക്കാം. പക്ഷേ ഇങ്ങനെ ഈ പ്രൊജക്റ്റുകളും അപകടങ്ങളൊക്കെ വരുമ്പോൾ, ഇനി വേറെ പ്രൊജക്റ്റുകളൊക്കെ വരുമ്പോൾ ജനങ്ങളെത്തിന് പിന്തുണ കിട്ടുന്നെങ്കിൽ അതുകൊണ്ട് പ്രയാസം അനുഭവിച്ച ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുള്ളൊരു പ്രവൃത്തി സർക്കാരിന് ഉണ്ടാകണം. ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. ജനങ്ങളെ ഇപ്പോൾ ഇനി കേരളയിൽ വരാണ്ട് അങ്ങനെ കുറേ വരാണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനോടും എല്ലാത്തിനോടൊരു വെറുപ്പുണ്ടാകും. സ്വാഭാവികമാണ്, മനുഷ്യൻ്റെ ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അവിടെ വന്നാൽ എന്താ സംഭവിച്ചു? ഹൈവേക്ക് ഇങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് ഇന്ന് തന്നെ ആൾക്കാർ ഇത്ര പ്രയാസമായി. അവർക്കൊരു ആനുകൂല്യം പോയി സർക്കാരിൽ നിന്നൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഏരിയ അപ്പോൾ ചോദിച്ചു, മറ്റുള്ള ഏരിയയിലുള്ള ആൾക്കാർ പ്രയാസപ്പെടുന്നില്ലല്ലോ. ഉണ്ട്. സ്ഥിരം തൃശ്ശൂർ കോഴിക്കോട് പോകുന്ന ആളുകളൊക്കെ, ഓടുന്ന വണ്ടി ആളുകളൊക്കെ പ്രയാസപ്പെടുന്നില്ല എന്നൊക്കെ അവർ എപ്പോഴെങ്കിലാണ് പ്രയാസപ്പെടുന്നുള്ളൂ. പക്ഷേ ഈ നാട്ടുകാർക്കതല്ല, സ്ഥിരം എല്ലാ ദിവസവും ഇതിൻ്റെ പ്രയാസം അനുഭവിക്കണം. അതുകൊണ്ട് നിർബന്ധമായിട്ടും അങ്ങനൊരു സംഭവം വാഹനങ്ങളില്ല. അപ്പോൾ കച്ചവടക്കാർക്ക് അതുകൊണ്ട് എന്താ ലാഭം വെച്ചു? ഈ പ്രദേശത്ത് വാഹനങ്ങളില്ലാത്ത ആളുകളുണ്ടാവില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് എല്ലാവരും ഈ വീഡിയോ ഒന്ന് പ്രചരിപ്പിക്കുക. ഇങ്ങനത്തെ ഒരു ആവശ്യം രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുക. തിരൂരങ്ങാടി ആർടിഒക്ക് കീഴിൽ എല്ലാ വാഹനങ്ങൾക്കും ഇൻഷുറൻസ് സൗജന്യമായി നൽകുക. അതിന് മാത്രം നഷ്ടം വാഹനങ്ങൾ ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്.